ചെന്നൈ അരുമ്പാക്കം സ്വദേശി PA ജോസഫ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയും സംശയം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ജയലളിതയുടെ മൃതദേഹം ദഹിപ്പിക്കാതെ അടക്കം ചെയ്തത് എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ജയലളിതയുടെ മരണത്തെക്കുറിച്ചും ഒട്ടേറെ പേർ ഇതിനു മുൻപും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൻ ഉന്നയിക്കുന്നത് കോടതിയുടെ കൂടി സംശയമാണ് എന്നാണ് ജസ്റ്റിസ് വൈദ്യനാഥൻ പറഞ്ഞത്. ഹർജിക്കാരൻ ഉന്നയിച്ച സംശയങ്ങൾ സ്വാഭാവികമാണ്. അത് ദൂരീകരിക്കാൻ സർക്കാർ ഇടപെടാത്തതുകൊണ്ട് മാത്രമാണ് കോടതി ഹർജി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് വൈദ്യനാഥൻ പറഞ്ഞു. അപ്പോളോ ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകൾ എല്ലാം പരസ്പര വിരുദ്ധമാണെന്നും ഒന്നിൽ പോലും മുൻ മുഖ്യമന്ത്രിയുടെ ശരിയായ അസുഖ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഹർജിക്കാരൻ പറയുന്നു. അതേസമയം VK ശശികല DMKയുടെ ജനറൽ സെക്രട്ടറി ആവുന്നതിനെതിരെ മദ്രാസ് ഹൈക്കോടതി നൽകിയ ഹർജി അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാനും തീരുമാനമായിട്ടുണ്ട്. ശശികലയ്ക്ക് ജനറൽ സെക്രട്ടറിയാവാൻ പാർട്ടി ഭരണഘടന പ്രകാരം യോഗ്യതയില്ലെന്ന് കാണിച്ചാണ് DMK നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യസഭാംഗം ശശികല പുഷ്പ ഹർജി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. சட்டத்திட்ட விதிகளுக்கு உட்பட்டு கழக பொதுச் செயலராக மதிப்பிற்குரிய சின்னம்மா அவர்கள் நியமிக்கப்பட்டு இருக்கிறார்கள். அதற்கான தீர்மானம் பொதுக்குழுவால் ஏகமனதாக நிறைவேற்றப்பட்டுள்ளது. ജനറൽ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെയാണ് ശശികലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ ഏകകണ്ഠേന തീരുമാനമെടുത്തത്. പാർട്ടി ഭരണഘടന പ്രകാരം ജനറൽ സെക്രട്ടറിയായിരിക്കാൻ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും തുടർച്ചയായി അംഗമായി ഇരിക്കേണ്ടതുണ്ട്. ശശികലയ്ക്ക് അതിന് 3 മാസത്തെ സാവകാശം കൂടി വേണം. കാരണം 2011 ഡിസംബറിൽ ജയലളിത അവരെ പാർട്ടിയിൽ നിന്നും പോയസ് ഗാർഡിൽ നിന്നും പുറത്താക്കിയിരുന്നു. പിന്നീട് 2012 ഏപ്രിലാണ് ശശികലയെ തിരിച്ചെടുക്കുന്നത്. അതിനാൽ ഏപ്രിൽ മാസത്തോടെ മാത്രമേ ശശികലയ്ക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചുമതലകൾ ഏറ്റെടുക്കാൻ കഴിയൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യസഭാംഗം ശശികല പുഷ്പ മദ്രാസ് ഹൈക്കോടതി നൽകിയ ഹർജിയടക്കം നിലനിൽക്കുന്നതിനാൽ പാർട്ടി നേതൃത്വവും വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഭരണഘടനയുടെ 20ാം വകുപ്പിലെ 2ാം അനുച്ഛേദപ്രകാരം പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നവരെ VK ശശികല ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ വഹിക്കും എന്ന് മാത്രം പറയുന്നത്. പാർട്ടി ശശികലയ്ക്ക് ഒപ്പം നിൽക്കുകയാണ്. എന്നാൽ അണികളുടെ അവസ്ഥ എന്താവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്യാമറമാൻ JLV പ്രസാദിനോടൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.